നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാം. 2026 ക്ഷീരദിന പ്രമേയം. 2026 ക്ഷീരദിന പ്രമേയം എന്തായിരുന്നു? സെലിബ്രേറ്റിംഗ് വുമൺ ഫാർമർ എന്നതായിരുന്നു 2026 ക്ഷീരദിന പ്രമേയം. പുതിയ അധ്യയന വർഷത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ നശിപ്പിക്കാൻ പോലീസ് ആരംഭിച്ച പ്രത്യേക പദ്ധതി ഏതാണ്? തൂഫാൻ, ദ നാർക്കോ ഫണ്ട്. പുതിയ അധ്യയന വർഷത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ നശിപ്പിക്കാനായിട്ട് പോലീസ് ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് തൂഫാൻ, ദ നാർക്കോ ഫണ്ട്. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റതാരാണ്? ജനറൽ NS രാജസുബ്രഹ്മണ്യമാണ് ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായിട്ട് ചുമതലയേറ്റത്. ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാരാണ്? ഇഷ സിംഗ് ആണ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം. 2026 19ാമത് IPL സീസൺ ജേതാക്കൾ ആരാണ്? RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് 2026 19ാമത് എഡിഷനായിട്ടുള്ള IPL സീസണിൻ്റെ ജേതാക്കൾ. RCBയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? രജത് പറ്റീദാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെയാണ്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ് ആൻസർ വരുന്നത്. ചൈന സമുദ്ര മത്സ്യങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? മലേഷ്യയാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് നിയമം കൊണ്ടുവന്ന രാജ്യം. ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെ മികച്ച 100 നോവലിസ്റ്റുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ നോവൽ ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പോൾ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനാണ് ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെ മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയത്. ഇനി അതിലെ പട്ടികയിലെ ആദ്യത്തെ സ്ഥാനം മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ഒരു നോവലിനാണ്. മിഡിൽ മാർച്ച്. റൈറ്റർ ആരായിരുന്നു? ജോർജ് എലിയറ്റ് എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ മിഡിൽ മാർച്ച് എന്ന പുസ്തകത്തിനാണ് ആദ്യത്തെ സ്ഥാനം. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായിരുന്ന ആരാണ്? ഗോകുലം കേരള FC ആണ്. അപ്പോൾ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീമാണ് ഗോകുലം കേരള FC. ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറി എന്ന് പ്രസ്താവന നടത്തിയ നേപ്പാൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ബാലേന്ദ്ര ഷായാണ് ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറി എന്ന് പ്രസ്താവന നടത്തിയ നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആരാണ്? സുഹ്റ ചെറുകത്തോട്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3ാമത്തെ മലയാളി വനിതയാണ് സുഹ്റ ചെറുകത്തോട്. ഇത്രയായിരുന്നു. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആരാണ്? സുഹ്റ ചെറുകത്തോടായിരുന്നു. ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറി എന്ന് പ്രസ്താവന നടത്തിയ നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്നു ബാലേന്ദ്ര ഷാ. അപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? ബാലേന്ദ്ര ഷായാണ്. ഇത് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീമാരായിരുന്നു? ഗോകുലം കേരള FC ആയിരുന്നു. ഇത് എന്തിലായിരുന്നു? ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട
എക്കാലത്തെ മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇതിലെ ആദ്യത്തെ സ്ഥാനം ഏത് ടെക്സ്റ്റിനായിരുന്നു? മിഡിൽ മാർച്ച് എന്ന് പറയുന്ന റൈറ്റർ ജോർജ് എലിയറ്റ് ആയിരുന്നു. ഇനി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് നിയമം കൊണ്ടുവന്ന രാജ്യമാണ് മലേഷ്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യമാണ് അമേരിക്ക. 2026 19ാമത് IPL സീസൺ ജേതാക്കൾ ആരായിരുന്നു? RCB ആയിരുന്നു. ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വന്തം നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? ഇഷ സിംഗ്. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായിട്ട് ചുമതലയേറ്റത് ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. പുതിയ അധ്യയന വർഷത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ നശിപ്പിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് തൂഫാൻ. 2026 ക്ഷീരദിന പ്രമേയം എന്തായിരുന്നു? സെലിബ്രേറ്റിംഗ് വുമൻ ഫാർമർ. ഇത്രയായിരുന്നു കറണ്ട് അഫയേഴ്സ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. താങ്ക് യു.